പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യം വിജയിച്ചതിൽ രാജ്യം ഒന്നടങ്കം ആഹ്ലാദത്തിലാണ്. പാകിസ്ഥാനിലെ സാധാരണക്കാർക്കോ സൈനിക കേന്ദ്രങ്ങൾക്കോ യാതൊരു നഷ്ടവും വരുത്താതെ അവിടെയുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യൻ സൈനികർ തകർത്തത്. അർത്ഥസത്യങ്ങളും കള്ളക്കഥകളും പാകിസ്ഥാൻ സൈന്യവും മാധ്യമങ്ങളും ഇന്ത്യക്കെതിരെ പ്രചരിപ്പിക്കുമ്പോൾ പണ്ട് 1971 യുദ്ധത്തിനൊടുവിൽ നിറകണ്ണുകളോടെ കീഴടങ്ങാനെത്തിയ പാക് ആർമി ചീഫിനോട് ഇന്ത്യ ചെയ്തതെന്തെന്ന് ഗാരി ജെ ബാസ് തൻ്റെ ദ ബ്ലഡ് ടെലിഗ്രാം എന്ന ചരിത്ര പുസ്തകത്തിൽ സുവർണ ലിപികളിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അന്ന് നടന്ന ആ സംഭവ കഥയാണ് ഇന്നത്തെ നമ്മുടെ കേട്ടറിവ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നത്. 1971 ഡിസംബർ 3 മുതൽ 16 വരെ നടന്ന ഈ യുദ്ധം കാരണമാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം തന്നെ ഉണ്ടായത്. യുദ്ധസമയത്ത് പാക് സൈന്യത്തിൻ്റെ 93,000-ലധികം സൈനികർ ഇന്ത്യൻ സേനയുടെ തടവിലായി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ അതിശക്തമായ ഈ ആക്രമണത്തിൻ്റെ മുമ്പിൽ പതറിപ്പോയ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും നിരുപാധികം കീഴടങ്ങാനായി തീരുമാനിച്ചു. യുദ്ധത്തിൻ്റെ 13-ാം ദിവസം, അതായത് 1971 ഡിസംബർ 16-ന് പാകിസ്ഥാൻ ആർമിയുടെ തലവനായ ജനറൽ അമീർ അബ്ദുള്ള നിയാസിക്ക് അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായ ഒരു ഇന്ത്യൻ കമാൻഡർ ഒരു കുറിപ്പ് കൊടുത്തയച്ചു. ഡിയർ അബ്ദുള്ള, നിങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ കീഴടങ്ങുന്നതാണ് നല്ലത്. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങളെ സേഫായി സംരക്ഷിച്ചോളാം എന്നായിരുന്നു ആ കുറിപ്പിൽ എഴുതിയിരുന്നത് എന്ന് ഗാരി ജെ ബാസ് തൻ്റെ ദ ബ്ലഡ് ടെലിഗ്രാം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിയാസിയുടെയും അയാളുടെ സൈന്യത്തിൻ്റെയും കീഴടങ്ങൽ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ ആർമിയുടെ തലവനായിരുന്ന ജനറൽ സാം മനേക് ഷാ തൻ്റെ സേനയുടെ കിഴക്കൻ കമാൻഡൻറ്റ് ചീഫായിരുന്ന ജനറൽ JRF ജേക്കബിനെ ഈ കീഴടങ്ങൽ നടപടികൾ നടപ്പിലാക്കാൻ ധാക്കയിലേക്ക് ഹെലികോപ്റ്ററിൽ പറഞ്ഞയച്ചു. ധാക്കയിലെത്തിയ ജനറൽ ജേക്കബ് പാകിസ്ഥാൻ ആർമി ചീഫായ നിയാസിയെ ഫോണിൽ വിളിച്ച് കീഴടങ്ങാനായി ആവശ്യപ്പെട്ടു. ഞങ്ങൾ കീഴടങ്ങുമെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ ധാക്കയിൽ വന്നത് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാനാണ് എന്നായിരുന്നു നിയാസിയുടെ മറുപടി. അവസാന നിമിഷത്തിലും കള്ളക്കളി കളിക്കാനൊരുങ്ങിയ നിയാസിയോട് ജനറൽ ജേക്കബ് അല്പം ശബ്ദമുയർത്തി ഭീഷണിയുടെ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ കീഴടങ്ങിയേ പറ്റൂ. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷയും ഭദ്രതയും ഞാൻ ഉറപ്പാക്കാം. നിങ്ങൾ കീഴടങ്ങുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൈവഴിയും. പിന്നെ വരുന്ന ഭവിഷ്യത്തുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് അരമണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ കീഴടങ്ങാൻ ഒരുങ്ങുക. അതല്ലെങ്കിൽ ധാക്കയിൽ ബോംബിട്ട് നിങ്ങളുടെ സൈന്യത്തെ തകർത്ത് ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കും. ഇതും പറഞ്ഞ് ജനറൽ ജേക്കബ് ഫോൺ കട്ട് ചെയ്തു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആ ഭീഷണി ഏറ്റു. ജനറൽ നിയാസി കീഴടങ്ങാൻ ഒരുക്കമാണെന്ന് അറിയിച്ചു. ഇന്ത്യൻ ഈസ്റ്റേൺ കമാൻഡിൻ്റെ കമാൻഡിംഗ് ഓഫീസറായ ലഫ്റ്റനൻറ്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറ കീഴടങ്ങൽ നടപടികളുടെ ഒരുക്കം പൂർത്തിയാക്കി. പാകിസ്ഥാൻ ആർമിയുടെ തലവനായ ജനറൽ നിയാസി ധാക്ക റേസ് കോഴ്സിൽ വെച്ച് ലഫ്റ്റനൻറ്റ് ജനറൽ അറോറയുടെ മുമ്പിൽ നിറകണ്ണുകളോടെ കീഴടങ്ങാനെത്തി. ജനറൽ നിയാസി അദ്ദേഹത്തിൻ്റെ പിസ്റ്റൾ അറോറയ്ക്ക് കൈമാറി. അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൻ്റെ ലേഖകനായ സിഡ്നി ഷാൻബെർഗ് ഈ കീഴടങ്ങൽ ചടങ്ങ് കവർ ചെയ്യാനെത്തിയിരുന്നു. പാകിസ്ഥാനി ആർമി ജനറൽ നിയാസി യഹൂദനായ ജനറൽ JRF ജേക്കബിന് മുന്നിൽ കീഴടങ്ങുന്നത് ഒരു ഉഗ്രൻ സ്റ്റോറിയാണെന്ന് ജേക്കബിനോട് തന്നെ ടൈംസ് പത്രത്തിൻ്റെ ആ ലേഖകൻ പറഞ്ഞു. പക്ഷേ ജനറൽ ജേക്കബിൻ്റെ മറുപടി സിഡ്നി ഷാൻബെർഗിനെ അത്ഭുതപ്പെടുത്തി. ഒരു കാരണവശാലും അത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യരുതെന്ന് ജനറൽ ജേക്കബ് കർശനമായ അയാളോട് പറഞ്ഞു. ശത്രുരാജ്യത്തിൻ്റെയും അവരുടെ ഒരു സൈനികൻ്റെയും ആത്മവിശ്വാസവും ആത്മവീര്യവും തകർക്കുന്നതൊന്നും ചെയ്യരുതെന്ന ഇന്ത്യൻ സേനയുടെ നിലപാടാണ് അവിടെ കണ്ടതെന്നാണ് ഗാരി ജെ ബാസ് തൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ശത്രുവിനോട് പോലും മാന്യമായി പെരുമാറുന്ന നമ്മുടെ സൈനിക സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായ JRF ജേക്കബ് വാജ്പേയി മന്ത്രിസഭയുടെ കാലത്ത് ഗോവയിലും ബംഗാളിലും ഗവർണറുമായിരുന്നു. 1971 പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ അതിക്രമങ്ങൾ നടത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായ റിച്ചാർഡ് നിക്സണും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉപദേശകനായിരുന്ന ഹെൻറി കിസിംഗറും പാകിസ്ഥാന് നൽകിയ രഹസ്യ പിന്തുണയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഗാരി ജെ ബാസ് തൻ്റെ ദ ബ്ലഡ് ടെലിഗ്രാം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഉള്ളുകളികളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ബുക്ക് തീർച്ചയായും വായിച്ചിരിക്കണം.
ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി കേട്ടറിവ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.